എല്ലാവർക്കും നമസ്കാരം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള ധനുക്കൂലി ജനിച്ചവരുടെ 2026 വിഷുഫലങ്ങളെ നോക്കാം. കണ്ടകശനി കാലമായതിനാൽ കുടുംബപരമായ കാര്യങ്ങളിലും വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ നിർമ്മാണങ്ങൾക്കോ വിചാരിച്ചാലും കൂടുതൽ പണം ചെലവാകാനോ ചിലർക്ക് താമസസ്ഥലം മാറേണ്ട സാഹചര്യമോ ഈ കാലയളവിൽ ഉണ്ടായേക്കാം. അതേസമയം പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുന്നതാണ്. സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഡിസംബർ 5 തീയതി വരെ രാഹു 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് കണ്ടകശനി മൂലമുണ്ടാകുന്ന തൊഴിൽപരമായ തടസ്സങ്ങളെ എളുപ്പത്തിൽ മറികടക്കാനും ശത്രുക്കളെ പരാജയപ്പെടുത്താനും പുതിയ സംരംഭങ്ങൾ ആരംഭിച്ച് അതിൽ നിന്ന് വലിയ ലാഭം കൊയ്യാനും ധനുക്കൂറുകാരെ സഹായിക്കും. ജൂൺ 2 തീയതി വരെ വ്യാഴം 7-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ലഭിക്കുന്നതാണ്. ജൂൺ 2 വ്യാഴം അക്ഷമഭാവത്തിലേക്ക് മാറുന്നതിനാൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാനും മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുന്നതിലൂടെ പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങുന്നവരും വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നവരും ജൂൺ മുതൽ അല്പം ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. എങ്കിലും ഒക്ടോബർ മാസം മുതൽ ജനുവരി വരെയുള്ള സമയം വ്യാഴം ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലേക്ക് അതിചാരമായി മാറുന്നതോടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ഭാഗ്യവും അപ്രതീക്ഷിത ധനലാഭങ്ങളും ധനുക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വരികയും വിവാഹ നിശ്ചയം നടക്കുകയും ചെയ്യും. എങ്കിലും കണ്ടകശനിയുള്ളതുകൊണ്ട് ദമ്പതികൾക്കിടയിലോ കുടുംബാംഗങ്ങൾക്കിടയിലോ ഇടയ്ക്കിടെ ചെറിയ ആസ്വാരസ്യങ്ങൾ വരാതെ സൂക്ഷിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ വർഷം പ്രത്യേകം ശ്രദ്ധ നൽകണം. നെഞ്ചുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെയും രക്തസമ്മർദ്ദത്തെയും അവഗണിക്കരുത്. മൊത്തത്തിൽ നോക്കുമ്പോൾ കുടുംബപരമായ കാര്യങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും അല്പം ശ്രദ്ധിച്ചാൽ വലിയ സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽപരമായ പുരോഗതിയും പോലെയുള്ള വളരെ മികച്ച ഫലങ്ങളായിരിക്കും ധനുക്കൂറുകാർക്ക് ഈ വർഷം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ധനുക്കൂറ് ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മകരക്കൂറ് ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.